ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരം ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു ക്രിസ്പിനെസ് തരും. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട്. ഇനി ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഫുഡ് കളർ വേണമെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളത് എപ്പോഴും മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഏകദേശം 1.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ബാറ്റർ ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് ഇത് കോട്ടായി കിട്ടത്തില്ല. അപ്പം ഇതാണ് നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലെ ഈ ഒരു പരുവാക്കി എടുക്കണം. ഇനിയും നമ്മൾ ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ദോശമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത ദോശമാവ് തന്നെ ചേർക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1.5 ടേബിൾ സ്പൂൺ ദോശമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മുടെ പഴംപൊരിക്ക് തരുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ദോശമാവിൻ്റെ അളവ് ഒരുപാട് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അപ്പം നമുക്ക് ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. ഞാനിപ്പോൾ 6 മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് നന്നായിട്ട് വരുന്നത്. 6 മണിക്കൂർ ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണ് നമ്മളുടെ കൺസിസ്റ്റൻസി. ഞാനിപ്പോൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ കോട്ടാകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് ഒരുപാട് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ കറക്റ്റായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പം ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. തിന്നായിട്ടാണ് ഞാൻ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ഏത്തപ്പഴം 4ആയിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ നീളത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ പകുതിയാക്കി എടുത്തിട്ട് മുറിച്ചാലും മതിയാകും. ഇനി നമുക്കിത് നമ്മുടെ ബാറ്ററിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് വറുത്തെടുക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഓയിൽ കറക്റ്റ് ചൂടായോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ നമുക്കൊരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ വേഗം തന്നെ ഇത് മുകളിലേക്കൊന്ന് പൊങ്ങി വരണം. കുറച്ചും കൂടെ ഒന്ന് ചൂടാവാനായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഏത്തപ്പഴമായിട്ട് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിയ ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം വേഗം തന്നെ ഇതിൻ്റെ പുറം അങ്ങ് മുരിഞ്ഞു വരും. പഴം ഒട്ട് വേഗത്തുമില്ല. അപ്പോൾ നല്ല രീതിയിൽ ആ പഴമൊക്കെ വെന്ത് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി കിട്ടുന്നത്. അപ്പോൾ ഓരോ പീസസായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പഴംപൊരിയുടെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. നല്ല രീതിയിലൊന്ന് മുരിച്ചെടുക്കണം. നമ്മുടെ അകത്തെ ആ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോഴാണ് ശരിക്കും ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി കിട്ടുന്നത്. ചില ചായക്കടയിൽ നിന്ന് കിട്ടുന്ന പഴംപൊരിക്ക് ശരിക്കും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അത് നമ്മളുടെ ഈ ദോശമാവ് ചേർക്കുന്നത് കൊണ്ടാണ് നല്ല പൊങ്ങി വരികയും ചെയ്യും. ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇപ്പം നമ്മുടെ പഴംപൊരി നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അവസാനം നമ്മളിത് കോരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കണം. അപ്പോൾ ഓയിൽ അധികം പിടിക്കാണ്ട് നമുക്ക് കിട്ടും. ഇതുപോലെ എല്ലാ പഴംപൊരിയും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ്. ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ മറക്കാതെ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ പഴംപൊരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ.